And then in the middle of this drama, the most fantastic thing he said. അത് മാത്രമല്ല, ഈ നാടകം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ മധ്യഭാഗമായപ്പോൾ അദ്ദേഹം ഏറ്റവും മനോഹരമായ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള അതിശയിപ്പിക്കുന്ന കാര്യം പറഞ്ഞു. One of the journalists asked him, how do you take such difficult decisions? ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്ര ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ താങ്കൾ എങ്ങനെയാണ് എടുക്കുന്നത്? Notice he didn't say intelligent decisions. He said difficult decisions. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പത്രപ്രവർത്തകൻ ചോദിച്ചത് താങ്കൾ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നതെന്നല്ല, ഇത്രയും ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ താങ്കൾ എങ്ങനെ എടുക്കുന്നതെന്നാണ് ഈ പത്രപ്രവർത്തകൻ ചോദിച്ചത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. Like demonetization, like a bad GST. അതായത് നോട്ട് നിരോധനം, അതുപോലെ തന്നെ വളരെ വികലമായ ഒരു ചരക്ക് സേവന നികുതി നടപ്പിൽപ്പെടുത്തി ഇത്തരം ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. And the Prime Minister again thought about it, and then he answered, I don't take any decisions. പ്രധാനമന്ത്രി അതിനെപ്പറ്റിയും കാര്യമായിട്ട് ആലോചിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഞാനല്ല തീരുമാനങ്ങളൊന്നും എടുക്കുന്നത്, ഞാൻ ഒരു തീരുമാനങ്ങളും എടുക്കാറില്ല. He said, God tells me what to do. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ തീരുമാനങ്ങളൊന്നും എടുക്കുന്നില്ല, ദൈവം എന്നോട് പറയും ഞാൻ എന്താണ് ചെയ്യേണ്ടത്. I am not a biological person. ഞാൻ നിങ്ങളെയൊക്കെ പോലെ ജൈവശാസ്ത്രപരമായി ജീവശാസ്ത്രപരമായി ശരീരത്തിൽ നിന്നുണ്ടായ ഒരു മനുഷ്യനല്ല. ഇതാണ് അദ്ദേഹം. Everybody else in India is a biological person, has a mother and a father, but the Prime Minister said, no, I am not a biological person. ഇന്ത്യയിലുള്ള ബാക്കി എല്ലാ മനുഷ്യരും, നമ്മൾ എല്ലാവരും എന്താണ് ജീവശാസ്ത്രപരമായി ഉണ്ടായവരാണ്, നമുക്ക് എല്ലാവർക്കും ഒരു അച്ഛനും അമ്മയുണ്ട്. പക്ഷെ പ്രധാനമന്ത്രി പറയുന്നു, ഞാൻ അങ്ങനെ ഉണ്ടായതല്ല, ഞാൻ ജീവശാസ്ത്രപരമായി ഉണ്ടായ ആളല്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. And before I take a decision, God tells me what to do. ഞാൻ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ദൈവം എന്നോട് പറയും ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. I was thinking, what an interesting God the Prime Minister has. ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്ത് രസകരമായ കൗതുകകരമായ ഒരു ദൈവമാണ് പ്രധാനമന്ത്രിക്ക് ഉള്ളതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. Every decision he tells him to take benefits Adani or Ambani. ഈ പ്രധാനമന്ത്രിയുടെ ദൈവം പ്രധാനമന്ത്രിയോട് എടുക്കാൻ പറയുന്ന എല്ലാ തീരുമാനം കൊണ്ട് ഗുണം ഉണ്ടാവുന്നത് ആർക്കാ? അദാനിക്കും അംബാനിക്കും. അങ്ങനെയുള്ള ഒരു ദൈവത്തെ വെച്ച് ഞാൻ എന്ത് രസകരമാണെന്ന് ആലോചിക്കുക. This Narendra Modi's God does not want to help farmers, does not want to help poor people, does not want to have workers, does not want to help unemployed youngsters, just wants to help Adani and Ambani. അത് എന്ത് കൗതുകകരമാണ്. ഈ നരേന്ദ്രമോദിയുടെ ദൈവത്തിന് ഈ രാജ്യത്തെ കർഷകരെ സഹായിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഈ രാജ്യത്തെ തൊഴിലില്ലാത്ത മനുഷ്യരെ സഹായിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഈ രാജ്യത്തെ ദരിദ്രരായ മനുഷ്യരെ സഹായിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഈ രാജ്യത്തെ തൊഴിലാളികളെ സഹായിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഈ ദൈവത്തിന് അദാനി അംബാനിയെ മാത്രം സഹായിക്കണമെന്നാണ് ആഗ്രഹമുള്ളത്. അത് വളരെ കൗതുകകരമാണ്. Imagine the arrogance of the Prime Minister. ഇത് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, പ്രധാനമന്ത്രിയുടെ ധാർഷ്ട്യം എത്ര മാത്രമാണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. There are 1.4 billion people in India, and the Prime Minister thinks he is different than all of them. ഈ രാജ്യത്ത് ഒരു 1.4 ബില്യൺ ജനങ്ങളുള്ളപ്പോൾ പ്രധാനമന്ത്രി ചിന്തിക്കുന്നു, ഞാൻ ഈ മനുഷ്യരിൽ നിന്ന് എല്ലാം ഞാൻ വ്യത്യസ്തനാണെന്ന് ചിന്തിക്കുന്നത് എത്രമാത്രം അഹങ്കാരമാണ്, ധാർഷ്ട്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. I have a very different view. എനിക്ക് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. For me, God is in all of you. പക്ഷേ എനിക്ക് പ്രധാനമന്ത്രിയുടെ ദൈവം ഇത് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദൈവം എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. In every single person, in the voice of every single person. എൻ്റെ ദൈവം എന്ന് പറയുന്നത്, ഞാൻ കാണുന്ന ദൈവം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഓരോ മനുഷ്യരിലുമാണ്. ഈ രാജ്യത്തെ ഓരോ മനുഷ്യന്റെ ശബ്ദത്തിലുമാണ് എൻ്റെ ദൈവം ഇരിക്കുന്നത്. And this is the protector of the voice of all our people. ഈ രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദ